എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് അത്തിപ്പഴത്തിനെ കുറിച്ചിട്ടാണ് പറയാൻ പോണത്. അത്തിപ്പഴം എല്ലാവർക്കും അറിയില്ലേ? ഇതാണ് അത്തിപ്പഴം. ഇതിന് ഇംഗ്ലീഷിൽ ഫിഗ് പറയും, ഹിന്ദിയിൽ അഞ്ചീർ എന്ന് പറയും. ഇതിന് ഒരുപാട് ഔഷധ ഗുണമുണ്ട്. ഇതിൻ്റെ ഇത് അറിയപ്പെടുന്നത് ഹെവൻലി ഫ്രൂട്ട് ഓഫ് ഗോഡ് എന്നാണ്. അതായത് അത്രയും ഔഷധ ഗുണമുള്ള പരിശുദ്ധമായ ഒരു ഫ്രൂട്ടാണ് അത്തിപ്പഴം. ആയുർവേദത്തിലും ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. നാൽപ്പാമരം എന്ന് കേട്ടിട്ടില്ലേ? നാൽപ്പാമര തൈലം, നാൽപ്പാമര എണ്ണ ഒക്കെ കേട്ടിട്ടില്ലേ? അതിൽ നാൽപ്പാമരം പറഞ്ഞ 4 മരങ്ങൾ ചേർന്നതിനെയാണ് നാൽപ്പാമരം പറയുക. അത്തി, ഇത്തി, പേരാൽ, അരയാൽ, അതാണ് നാൽപ്പാമരം. ഇതിൽ അത്തിമരത്തിൻ്റെ വേരും തോലും അതുപോലെ അതിൻ്റെ പഴവും ഒക്കെ ഔഷധ ഗുണമുള്ളതാണ്. ആയുർവേദത്തിൽ ഇതിന് ഒരുപാട് മരുന്നുകൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമ്മൾ തമിഴ്നാട്ടിൽ കണ്ടത് എന്താ? അത്തിപ്പഴത്തിന് തടി കുറയ്ക്കുക, എങ്ങനെ തടി കുറയ്ക്കുക, അത്തിപ്പഴം കഴിച്ച് എങ്ങനെ തടി കുറയ്ക്കാം എന്നല്ലേ? അത് പറയുന്നതിന് മുന്നേ ഇതിൻ്റെ വേറെ ഗുണങ്ങളും കൂടെ പറയാം. അതായത് ഇപ്പോൾ എല്ലാവരും ഇന്നത്തെ കാലത്ത് ഒരു ടീനേജ് കഴിഞ്ഞാൽ എല്ലാവരും ജിമ്മിൽ പോകുന്ന ആൾക്കാരാണ്, എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ വയറ് നിറച്ചും ഭക്ഷണം കഴിച്ചിട്ട് എക്സസൈസ് ചെയ്യാൻ പാടില്ല. എല്ലാവർക്കും അറിയാം. അത് ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിന് കേടാണ്, പറ്റില്ല. അതുപോലെ വെറും വയറ്റിലും എക്സസൈസ് ചെയ്യാൻ പാടില്ല. എക്സസൈസിന് മുന്നേ എന്തെങ്കിലും എനർജി തരുന്ന ഫുഡ് എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ നട്ട്സോ അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സോ ഒക്കെ കഴിക്കാറുണ്ട്. ആ കൂട്ടത്തിൽ ഈ അത്തിപ്പഴം നിങ്ങൾക്ക് എക്സസൈസിന് മുന്നേ ഉള്ള ഭക്ഷണമായിട്ട് കഴിക്കാം. ഒരു 4-5 അത്തിപ്പഴം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി ഫുൾ എനർജറ്റിക് ആയിരിക്കും ചെയ്യും. എക്സസൈസ് ചെയ്യാം, ശരീരം ക്ഷീണിക്കുകയൊന്നും ചെയ്യില്ല. അപ്പോൾ ഒരു എക്സസൈസിന് മുന്നുള്ള ഒരു ഭക്ഷണമായിട്ടും ഇതിനെ ഉപയോഗിക്കാം. പിന്നെ അതുകൂടാതെ കുട്ടികൾക്കൊക്കെ അപ്പോൾ സ്നാക്സ് ടൈമിൽ ഒരു പിടി ഡ്രൈ ഫ്രൂട്ട്സ് കുട്ടികൾക്ക് കൊടുക്കുന്നത്, ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും മിക്സ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത് അവരുടെ ശരീര വളർച്ചയ്ക്കും അതുപോലെ ബുദ്ധിവികാസത്തിനും അവരുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ലതാണ്. എല്ലാവർക്കും നല്ലതാണ്, ഏത് പ്രായക്കാർക്കും. പക്ഷേ പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്നത്, നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ആ കൂട്ടത്തിൽ ഇതും കട്ട് ചെയ്തിട്ടിട്ട് അവർക്ക് സ്നാക്സ് ടൈമിലോ അതല്ലെങ്കിൽ മിൽക്ക് ഷേക്ക് അടിച്ചിട്ടോ ഒക്കെ കൊടുക്കാം. അവർക്ക് നല്ലതാണ്. അവരുടെ ബുദ്ധിക്കും പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. പിന്നെ ഈ കാലിലൊക്കെ നീര്, അതായത് ശരീരത്തിൽ കൂടുതൽ നീരുള്ള ആൾക്കാർക്ക്, പിത്തമുള്ള ആൾക്കാർക്ക്, അവർക്കും ഈ അത്തിപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ നീരിനെയും പിത്തത്തിനെയും അത്തിപ്പഴം ഇല്ലാതായിരിക്കും. പിന്നെ സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് കൂടുതലായിട്ട് ബ്ലഡ് പോകും. ചില സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് ബ്ലീഡിങ് കൂടുതലായിരിക്കും. അങ്ങനെയുള്ളവരും ഈ അത്തിപ്പഴത്തിന് തേനിൽ മുക്കി വയ്ക്കുക. അതായത് അത്തിപ്പഴം വാങ്ങിയിട്ട് അങ്ങനെ കുറച്ച് കൂടുതൽ, ഒരു 1/2 കിലോനൊക്കെ വാങ്ങി, 1/2 കിലോ 1 കിലോ വാങ്ങിയിട്ട് കുറച്ച് കൂടുതൽ തേന് വാങ്ങി ഒരു ഭരണിയിലോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ഒരു കുപ്പിയിലോ ഈ അത്തിപ്പഴത്തിനിട്ട് അത് മുങ്ങിക്കിടക്കുന്ന അത്രയും തേൻ ഒഴിക്കണം. അപ്പോൾ തേനൊക്കെ ഒരു പ്രാവശ്യം വാങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നെയും അതിൽ തന്നെ ഇട്ട് വയ്ക്കാം. അപ്പോൾ തേനിൽ മുക്കി വെച്ച അത്തിപ്പഴം അതൊരു ചുരുങ്ങിയത് 10 ദിവസമെങ്കിലും ഇട്ട് വെക്കണം, എന്നിട്ട് ഉപയോഗിക്കുക. അങ്ങനെ മുക്കി വെച്ച അത്തിപ്പഴത്തിന് രാവിലെ വെറും വയറ്റിൽ 2 വീതം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആർത്തവ സമയത്തുള്ള ബ്ലീഡിങ് മാറിക്കിട്ടും. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ചുമയ്ക്കുമ്പോൾ ബ്ലഡ് തുപ്പും. അത് ചിലപ്പം വലിയ അസുഖത്തിൻ്റെ തുടക്കമോ അല്ലെങ്കിൽ വലിയ അസുഖം കാരണം കൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ ചെയ്യണത്. അല്ലാതെ വായിൽ പുണ്ണുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശരീരം ചൂട് കൂടുമ്പോൾ ഒക്കെ ഇങ്ങനെ തുപ്പുമ്പോൾ ചുമക്കുമ്പോൾ ബ്ലഡ് തുപ്പും. അപ്പം അങ്ങനെയുള്ളവരും, ഇപ്പോൾ വലിയ അസുഖമുള്ളവർക്കല്ല പറയണത്, അല്ലാതെ വരുന്ന ബ്ലഡ് വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരും ഈ തേനിൽ മുക്കിയ ഈ അഞ്ചീർ പറയുന്നത് ഹിന്ദിയിൽ ഇതിന് അഞ്ചീർ എന്നാണ് പറയുക. ഈ അത്തിപ്പഴം കഴിക്കുകയാണെങ്കിൽ അത് മാറിക്കിട്ടും. പിന്നെ ഷുഗർ പേഷ്യൻറ്റിനും ഇത് നല്ലതാണ് എന്ന് പറഞ്ഞാൽ ഇത് കഴിക്കില്ല. ഇതിൽ പഞ്ചസാരൻ്റെ അളവുള്ളതുകൊണ്ട് ഷുഗർ പേഷ്യൻ്റ് ഈ ഫ്രൂട്ട് കഴിക്കരുത്. കൂടുതൽ എപ്പോഴെങ്കിലുമൊക്കെ 1-2 കഴിക്കുക, കൂടുതൽ കഴിക്കരുത്. ഇതിൻ്റെ അത്തിവെള്ളം, അതിന് അത്തിമരം വേണം. അപ്പോൾ അത് ഇപ്പോൾ നാട്ടിൻപുറത്തോ അല്ലെങ്കിൽ തൊടിയൊക്കെ ഉള്ള ആൾക്കാർക്ക് അത്തിമരം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തിമരത്തിൻ്റെ താഴെ ഒരു മുറിവുണ്ടാക്കുക.
ഉംറ ഉണ്ടാക്കുക പറഞ്ഞാൽ ഒരു വെട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ വീഴും. ആ വെള്ളം എടുത്തിട്ട് താഴെ ഒരു പാത്രം വെച്ച് കഴിഞ്ഞാൽ ഒരു 12 മണിക്കൂറൊക്കെ അങ്ങനെ വെച്ച് അതിൽ വെള്ളം, അപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ അങ്ങനെ താഴെ ഒരു വെട്ടുണ്ടാക്കിയാൽ രാവിലെ ആകുമ്പോഴത്തേനും അതിൽ വെള്ളം ഉണ്ടായിട്ടുണ്ടാകും. ആ വെള്ളത്തിനെ നല്ല ശുദ്ധമായ വെള്ളത്തിൽ മിക്സ് ചെയ്യുക. ഒന്നല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം, അല്ലെങ്കിൽ നല്ല ശുദ്ധമായ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുടിക്കുന്നത് ഷുഗർ പേഷ്യൻറ്റിന് ഒരു കൈകൊണ്ട ഔഷധമാണ്. അത് മാറും, ഉറപ്പായിട്ട് അവരുടെ ഷുഗർ നോർമലാവും. അതുള്ളത് അതും ഒന്ന് അത്തിപ്പഴത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഇത് ഏത് പ്രായക്കാർക്കും ആർക്ക് വേണമെങ്കിലും കഴിക്കാം. അപ്പം ഷുഗർ ഉള്ളവർ മാത്രം ഈ പഴം കഴിക്കുന്നത് കുറച്ച് ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഇതിൽ മധുരമുള്ളതുകൊണ്ട്. പിന്നെ ഇനി മെയിൻ പോയിന്റിലേക്ക് നമ്മൾ ഇത് കഴിച്ചിട്ട് എങ്ങനെ തടി കുറയ്ക്കാം. ഇപ്പോൾ ചില ആൾക്കാർ എത്ര ശ്രമിച്ചിട്ടും തടി കുറയാത്ത ആൾക്കാർ ഈ ഒരു റെമഡി ഒന്ന് പരീക്ഷിച്ച് നോക്കുക, ഉറപ്പായിട്ട് നിങ്ങളുടെ തടി കുറയും. അതിന് വേണ്ടത് കുറച്ച് ഒലീവ് ഓയിൽ വേണം. അതായത് ഒലീവ് ഓയിലും ഒരു പ്രാവശ്യം വാങ്ങിക്കഴിഞ്ഞാൽ കുറേ നാൾ ഉപയോഗിക്കാം. അപ്പോൾ ഇത് കുറച്ച് വാങ്ങിക്കുക, 1/2 കിലോനൊക്കെ വാങ്ങിച്ചിട്ട് ഭരണിയിൽ തേനിട്ട് വെച്ച പോലെ തന്നെ ഭരണിയിൽ ഈ അത്തിപ്പഴം ഇട്ട് വയ്ക്കുക. അതിൻ്റെ മേലെ ഒലീവ് ഓയിൽ ഒഴിക്കുക. ഒലീവ് ഓയിൽ ഒഴിച്ചിട്ട് അത് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ ഒലീവ് ഓയിൽ ഒഴിച്ച് വെക്കണം. അങ്ങനെ ഒഴിച്ച് വെച്ച ഒലീവ് ഓയിൽ ഇട്ട് വെച്ച ഒരു 45 ദിവസം ഇതെടുത്ത് വെക്കണം. ഇട്ട ഉടനെ കഴിക്കരുത്. ഒലീവ് ഓയിലിട്ട് 45 ദിവസം വെയിറ്റ് ചെയ്യുക. 45 ദിവസം കഴിഞ്ഞാൽ ഇതിന് രാവിലെ വെറും വയറ്റിൽ ആദ്യം കുറച്ച് ചുടുവെള്ളം കുടിക്കുക. അതിന് ശേഷം ഇത് 2 എണ്ണം എടുത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര തടിയുള്ള ആൾക്കാരും നിങ്ങളുടെ തടി കുറയും. പക്ഷേ 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ കുറയില്ല. 1 മാസമെങ്കിലും ചുരുങ്ങിയത് കഴിക്കണം. 1 മാസം കൊണ്ട് നിങ്ങളുടെ തടി കുറയുന്നത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര തടി കുറയണം അതുവരെ കഴിക്കാം. അപ്പോൾ 1 2 ഒരാഴ്ച കഴിച്ചതുകൊണ്ട് ഉറപ്പായിട്ട് ഒരു കാര്യം നടക്കില്ല, കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തടി കുറയും. ഇനി ചില ആൾക്കാരുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഭക്ഷണം കണ്ടാൽ അത് കൺട്രോൾ ചെയ്യാനേ പറ്റില്ല. ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരു ടെൻഡൻസി ഉള്ള ആൾക്കാരുണ്ടാവും. അവർക്ക് വിശപ്പും കൂടുതലായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഈ ഒലീവ് ഓയിലിട്ട് വെച്ച ഈ അത്തിപ്പഴം ഓരോ ഭക്ഷണത്തിൻ്റെ മുന്നേ, അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ മുന്നേ ഒന്ന്, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നതിൻ്റെ മുന്നേ ഒന്ന്, അതുപോലെ രാത്രികാലത്തെ ഭക്ഷണത്തിൻ്റെ മുന്നേ ഒന്ന്, ഒരു 10 മിനിറ്റോ 10-15 മിനിറ്റ് മുന്നേ ഒന്ന് കഴിക്കുക. അപ്പോൾ എന്താവുമെന്ന് പറഞ്ഞാൽ ഇത് കഴിച്ചാൽ വയറ് ഫുള്ളായ പോലെ ഉണ്ടാവും. കൂടുതൽ ഭക്ഷണം കഴിക്കാൻ തോന്നില്ല. കൂടുതൽ ഭക്ഷണം കഴിക്കുകയില്ല, അത്ര വിശപ്പുണ്ടാവില്ല. അതുമല്ല ഭക്ഷണം കഴിക്കേണ്ട ഒരു ടെൻഡൻസി ഇല്ലാതെയാവും. അങ്ങനെ ആയാൽ തന്നെ തടി കുറയില്ലേ. കുറച്ച് ഭക്ഷണം കഴിച്ച് ഇതും കഴിച്ചാൽ നിങ്ങളുടെ തടി കുറയും. പക്ഷേ ഇതും ചുരുങ്ങിയത് 1 മാസമെങ്കിലും അങ്ങനെ ചെയ്യണം. ഭക്ഷണത്തിൻ്റെ മുന്നേ ഓരോന്ന് വെച്ച് ഒലീവ് ഓയിലിട്ട് വെച്ചാൽ 45 ദിവസം ഒലീവ് ഓയിലിട്ട് വെച്ച് അത്തിപ്പഴം കഴിക്കാം. ഇപ്പോൾ ചിലവരെങ്കിലും ആലോചിക്കുന്നുണ്ടാവും ഇതിനൊന്നും സമയമില്ല, 45 ദിവസം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, ഇന്ന് മുതൽ തന്നെ തടി കുറയാനുള്ള കാര്യം ചെയ്യണം. അങ്ങനെയുള്ളവർക്കും പരിഹാരമുണ്ട്. അതിന് ഈ അത്തിപ്പഴം എടുക്കുക, ഒരു 4-5 എണ്ണം എടുക്കുക. എന്നിട്ട് ആപ്പിൾ സിഡർ വിനിഗർ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, അത് വാങ്ങിയിട്ട് അതിൽ രാത്രി ഈ അത്തിപ്പഴത്തിനെ അതിൽ മുക്കി വയ്ക്കുക. എന്നിട്ട് രാവിലെ ആ പഴം മാത്രം എടുത്ത്, വിനിഗർ കുടിക്കേണ്ട, ആ പഴം മാത്രം എടുത്ത് കഴിക്കുക. രാവിലെ ആദ്യം കുറച്ച് ചുടുവെള്ളം കുടിക്കുക, 1-2 ഗ്ലാസ് ചുടുവെള്ളം കുടിക്കുക. അത് കഴിഞ്ഞിട്ട് ഇതൊരു 4-5 ഈ അത്തിപ്പഴം കഴിക്കുകയാണെങ്കിലും നിങ്ങളുടെ തടി 1 മാസം കൊണ്ട് കുറഞ്ഞിരിക്കും, ഉറപ്പാണ്. ഒരു സംശയം വേണ്ട. നിങ്ങൾ എന്ത് ചെയ്തിട്ടും തടി കുറയുന്നില്ലെങ്കിൽ ഇതൊന്ന് അവസാനമായിട്ട് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് അത്തിപ്പഴത്തിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. പിന്നെ ഈ ബ്ലോക്കൊക്കെ ഉള്ള ആൾക്കാർ, ഹാർട്ടിൽ ബ്ലോക്കൊക്കെ ഉള്ള ആൾക്കാർ ഈ അത്തിപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ ആ ബ്ലോക്ക് മാറിക്കിട്ടും. അവർക്കും ഈ അത്തിപ്പഴം കഴിക്കാം. അതിപ്പോൾ തേനിലിട്ട് വെക്കണമെന്നൊന്നുമില്ല, വെറുതെ ഡെയിലി ഭക്ഷണത്തിൽ ഈ അത്തിപ്പഴം ഉൾപ്പെടുത്തിയാൽ മതി. അത്രയും നല്ല എല്ലാ പ്രായക്കാർക്കും ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫ്രൂട്ടാണ് അത്തിപ്പഴം. അപ്പോൾ നിങ്ങൾ ഇനി പുറത്ത് പോകുമ്പോൾ അത്തിപ്പഴം കാണുമെങ്കിൽ വാങ്ങുക, ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക. ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ഉണ്ടാകും, അവരെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഷെയർ ചെയ്യാം.
അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. വേറൊരു വീഡിയോ ആയിട്ട് ഇനി ഒരു ദിവസം കാണാം.